ഞാൻ ജോഗ് ചെയ്യാൻ തുടങ്ങിയില്ല. തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് സംവാദിച്ചതിന് ശേഷമാകാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ സംവാദം നടത്തിയതിന് ശേഷമാകട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി ഫ്രീ ടൈമുണ്ട്, എന്നാൽ എഴുന്നേറ്റ് രാവിലെ ഒന്ന് ശരീരത്തിനൊക്കെ ഒന്ന് ഒരു ആയാസം കൊടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നല്ല രാത്രിയായിരുന്നു. അത് കഴിഞ്ഞു, ഒരു പകലെത്തി. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കുമ്പം 5 ഡിഗ്രി ഉള്ളായിരുന്നു. എനിക്ക് 5 അല്ല 3 ഡിഗ്രി ഉള്ളായിരുന്നു. അത് പക്ഷേങ്കിൽ ക്വിക്കായിട്ട് തന്നെ 5 ഡിഗ്രിയിലോട്ട് മാറി. എനിക്കൊന്ന് ഇപ്പോൾ 5 or 6 എങ്ങാണ്ടുണ്ട്. നല്ല ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായ സബർബായി നാരവാരൻ സൗത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ ഉള്ള ഞങ്ങളുടെ സബർബിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്പ്രിങ്സാണിത്. ബെറിക് സ്പ്രിങ്സ് എന്നാണ് ഇതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നത് പണ്ടെങ്ങാനും ഇത് ബെറിക്കിൻ്റെ പാർട്ടായിരുന്നു കാണും, എൻ്റെ ചരിത്രമൊന്നും എനിക്കറിയത്തില്ല. എനിവേ ഏതായാലും വളരെ നന്നായിട്ട് വൃത്തിക്ക് ആൾക്കാർക്ക് ഇപ്പോൾ ആൾക്കാരൊക്കെ ഓടാൻ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ രാവിലെ ഇത്ര തണുപ്പായത് കാരണം, ഇല്ലെങ്കിൽ ഈ സമയം ഇവിടെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് നിറയേണ്ടതാണ്. ഇത് നിറയാത്തതിൻ്റെ ഇപ്പോഴത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പം. പക്ഷെ എന്നാലും ഇതിന് ചുറ്റുമുള്ള ആൾക്കാരും ദൂരെ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ വീടുകളുമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും ആ വീടുകളിലൊക്കെ ഉള്ളവർക്ക് രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ ലേക്കും, ഈ ലേക്കിൽ വരുന്ന താറാവുകളും പെലിക്കൻസൊക്കെ ഇഷ്ടം പോലെ വരും. ഇച്ചിരി കഴിയുമ്പോൾ ഇഷ്ടം പോലെ പെലിക്കൻസും ഒക്കെ വരുന്ന ഒരു ലേക്കാണിത്. അപ്പം ഇതൊക്കെ ഈ വീടുകളൊക്കെ വിൽക്കുമ്പം തന്നെ അവർ ലേക്ക് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വിൽക്കുന്നത്. അപ്പോൾ അതിന് പൈസ കൂടുതലുമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സബർബ് നമ്മൾ ലേക്ക് ഫ്രണ്ടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ പൈസയൊക്കെ ഭയങ്കര കൂടുതലായിട്ട് അവർ മേടിക്കും. നടന്നു പോകുന്നവർക്ക് നടന്നു പോകുന്നവർക്ക് ക്ഷീണം വന്നാൽ ഇരുന്ന് കുറച്ച് നേരം ആശ്വസിക്കാനുള്ള ചെയറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം വെള്ളം പിടിച്ചിരിക്കുകയാണ്, ഇരിക്കാനും വയ്യ. അപ്പോൾ ജോഗിങ് ഞാൻ എൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. കാരണം ആദ്യം തന്നെ അങ്ങ് ഓടാൻ തുടങ്ങിയാലേ അത് ചിലപ്പം എൻ്റെ ശരീരത്തിന് തന്നെ അത് പ്രയാസമായിട്ട് വരും. അപ്പം ഞാൻ എൻ്റെ കാലിക്കൊക്കെ എനിക്ക് ഈ പ്ലാന്റർ ഫേഷ്യറ്റിസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉള്ള ഒരാളാണ്. അപ്പം അത് ദൈവത്തിൻ്റെ കരുണയാൽ ഇപ്പം കുറച്ച് കുറവുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് ടേക്ക് കെയർ ചെയ്ത് പോകണമല്ലോ. അപ്പം ഞാൻ ആദ്യം തന്നെ അങ്ങ് എൻ്റെ ബോഡിക്കൊരു സ്ട്രെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടമാനം ദോഷത്തിലോട്ട് പോകും. സോ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് നമ്മുടെ മസിൽസിനെയൊക്കെ ഒന്ന് തിരികെ കൊണ്ടുവന്ന് റെഡിയൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ഓടാം. ഓക്കെ, സൂര്യൻ എൻ്റെ മുഖത്തോട്ടാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ല ഫ്ലെയിം ആകുകയാണ് ഞാൻ നിന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും എന്നെ സംബന്ധിച്ചുള്ള ഈ ചൂടുണ്ടല്ലോ ദേഹത്ത് വന്ന് വീഴുമ്പോൾ ഇത് സുഖമാണെന്നറിയാം. ഈ തണുപ്പത്ത് ഇങ്ങനെ പിന്നെ വീഴുമ്പോൾ ഓക്കെ, എന്ത് രസമാണ്. നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഓടാനും ഒക്കെ ഉള്ള ഒരു എനർജി ഉണ്ട്. ഇത് പല വഴികളായിട്ട് തിരിയും. എങ്ങോട്ട് വേണേലും നമുക്ക് ഓടാം. ഞാൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയല്ലേ, നമ്മുടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നിങ്ങൾ കണ്ട ലേക്ക് ഉണ്ടല്ലോ, ആ ലേക്കിൽ ബെറിക് സ്പ്രിങ്സിൻ്റെ ലേക്കിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. KC പലയിടത്തും ഞങ്ങളുടെ കൗൺസിൽ എന്ന് പറഞ്ഞ KC എന്ന് പറയും. അപ്പോൾ KC കൗൺസിലിനകത്ത് എവിടെയൊക്കെയോ ഈ അവധി സമയങ്ങളിൽ നിങ്ങൾ നോക്കിക്കോണം, ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ ഗുണങ്ങൾ നോക്കിക്കോണേ.
പിള്ളേർക്ക് ഇപ്പം ഇനി അവധി വരിക, അവധി 2 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവധി തുടങ്ങും. അപ്പം ആ സമയം ആകുമ്പോഴത്തേക്ക് പിള്ളേരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സൂബ ഗീംബ എന്നൊക്കെ പറഞ്ഞ് പരിപാടികളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. ക്ലാസ് റൂമുകളിൽ അതിൻ്റെയൊക്കെ പിന്നിലെ ഉദ്ദേശങ്ങൾ ഒരു മതത്തെ വ്രണപ്പെടുത്താനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങ് അത്രയ്ക്ക് പൊട്ടന്മാരാണ് കേരളത്തിലുള്ളവരെന്ന് എനിക്ക് വിശ്വാസവുമില്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളൊക്കെ കാണുമ്പോൾ ഈ സൂംബയുടെ വിഷയങ്ങളൊക്കെ വരുന്നത് കണ്ടു. അതിപ്പം ഏത് പാർട്ടിക്കാർ ചെയ്താലും ഏത് മതക്കാർ അതിനെക്കുറിച്ച് എതിർത്താലും അതൊന്നും ഒരു മതത്തിൻ്റെ ബേസ് ഉണ്ടെന്നോ അതിനൊന്നും ഒരു രാഷ്ട്രീയമുണ്ടെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. ഇതിനകത്ത് രാഷ്ട്രീയവുമില്ല, ഇതിനകത്ത് മതവുമില്ല. ഇത് ബിസിനസ്സാണ്, ടോട്ടലി ബിസിനസ്സാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണപ്പെട്ട നമ്മളെപ്പോലുള്ള മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ബട്ട് എനിവേ, ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിവാദമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കേൾക്കാം ഇതേതെങ്കിലുമൊക്കെ മന്ത്രിമാരുടെ മക്കളാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തതെന്നും പല സ്കൂളുകളിലേക്കുള്ള കോൺട്രാക്റ്റ് ഒന്നിച്ചെടുത്തേക്കുന്നത് ഇന്നയുടെ മോനാണെന്നും ഒക്കെ നമുക്ക് കേൾക്കാം. അപ്പം അതുവരെ നമുക്കിതിനെ അങ്ങനെ വിടാം. ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഈ കാണിച്ച ലേക്കുകൾ, ഇങ്ങനെയുള്ള ലേക്കിലൊക്കെ ഫിഷിനെ കൊണ്ട് അവരിടുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും സ്കൂൾ അവധി വരുന്നു. ആ സ്കൂൾ അവധി വരുമ്പോഴത്തേക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് അവരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ പ്രായമുള്ളവർക്ക് വന്ന് അത് ഫിഷ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയുള്ള ലേക്കുകളിൽ ഈ ലേക്കുകളിൽ വളരുന്ന ടൈപ്പ് മീനുകളെ കൊണ്ട് അവർ ഇടും. അതും വളർന്ന മീനുകളെ ലോറിയെ കൊണ്ടെന്നാണ് തട്ടുന്നത്. തൗസൻഡ്സ് ഓഫ് ഫിഷിനെയാണ് പിന്നെ അത് ഇറക്കാൻ പോകുന്നത്. ഇറക്കിക്കഴിഞ്ഞാൽ ആ മീനുകളെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ള അവസരം കുഞ്ഞുങ്ങൾക്കുണ്ട്. ഡെയിലി വന്ന് അവരത് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അവരെ എൻഗേജ്ഡ് ആക്കേണ്ടത്. അങ്ങനെയാണ് അവരെ ഒരു രാജ്യത്തിൻ്റെ നന്മയിലേക്ക് വളർത്തിയെടുക്കുന്നത്. കാരണം അവർ ഓരോ പ്രാവശ്യവും ചൂണ്ടയിടുമ്പോഴും അതിനുവേണ്ടി കുത്തിയിരിക്കുമ്പോഴും അവരുടെ ക്ഷമ പഠിക്കാനും അവരെങ്ങനെ അതിനെ നേടിയെടുക്കണമെന്ന് പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സന്ദർഭം കൂടാണിത്. അല്ലാതെ കുറഞ്ഞ സൂംബ കഴിയുമ്പം അടുത്ത ബ്രേക്ക് ഡാൻസ് വരും, ബ്രേക്ക് ഡാൻസ് കഴിയുമ്പം അടുത്ത ഡിസ്കോ വരും. ഇതൊന്നും അല്ല പിള്ളേരെ ഒരു രാജ്യത്തിൻ്റെ നന്മയിലേക്ക് നയിക്കുന്ന വിഷയങ്ങൾ. ഇതൊന്നും കഞ്ചാവും മയക്കുമരുന്നും ഒന്നും ഒഴിഞ്ഞു പോത്തുമില്ല. നിങ്ങളങ്ങനൊന്നും നിങ്ങളങ്ങനെ കരുതുകയും വേണ്ട. കാരണം ആരോ ഒരാൾ പറയുന്നത് കേട്ടു, ഒരു ചർച്ചയ്ക്കകത്ത് ഞാൻ കേട്ടു പറയുന്നത്, ആരോ ഒരാൾ ആ ചർച്ചയ്ക്ക് ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടു, ഇതൊക്കെ കുറേ കൂടെ ഇതിലേക്ക് ആൾക്കാരെ വഴിതെളിക്കത്തേ ഉള്ളൂ എന്നുള്ളത്. ശരിയായിരിക്കും. നമ്മൾ കാണുന്ന ഒരു സൂംബ ഗ്രൂപ്പിനകത്ത് ചിലപ്പോൾ ഇത് കാണണമെന്നില്ല. പക്ഷേ എല്ലാ സൂംബ ഗ്രൂപ്പും അങ്ങനെയല്ല, അല്ലെങ്കിൽ എല്ലാ ഡിസ്കോ ബ്രേക്ക് ഡാൻസ് ഗ്രൂപ്പും അങ്ങനെയല്ല, എല്ലാ മാർഷൽ ആർട്സ് ഗ്രൂപ്പും അങ്ങനെയല്ല. സോ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ചിലപ്പം കൂടുതലായിട്ട് അതിലോട്ട് നശിച്ചു പോകാനുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഈ ഫിഷിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാൻ പറ്റുമായിരിക്കും, പിള്ളേരൊക്കെ വെള്ളത്തിൽ വീണ് മരിക്കത്തില്ല എന്നുള്ളത്. അതും ശരിയാണ്. അതിനും നമ്മുടെ രാജ്യത്ത് അതിനുള്ള ഫെസിലിറ്റി ഒരുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ ഈ സൂംബ മാറ്റിയിട്ട്, സൂംബ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അവരെ നീന്ത് പഠിപ്പിക്കുക, അവരെ സ്വിമ്മിങ് പഠിപ്പിക്കുക. ഒരാഴ്ചയിൽ ഒരു ക്ലാസ് സ്വിമ്മിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക. അവരെ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയി അതിൻ്റെ ബേസിക് ട്രെയിനിങ് കൊടുത്ത് കുഞ്ഞുങ്ങളെ ഒന്ന് എക്യുപ്പ് ചെയ്തെടുക്കുക. അല്ലാതെ ഈ സൂംബ കീബ എന്ന് പറഞ്ഞ പരിപാടി കൊണ്ട് നടത്തിയാൽ, ഞാൻ ഈ പറഞ്ഞ ഈ പരിപാടിയെ പോലുള്ള ഈ ഫിഷിങ്ങിനെ പോലുള്ള തൊഴിൽ നിർത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് മരിച്ചു പോവും. ഇനിയും ഫിഷിങ് വേണ്ട. നമ്മുടെ നാട്ടിൽ വെള്ളം പൊങ്ങുകയല്ലേ ഇപ്പം. ഇഷ്ടംപോലെ വെള്ളപ്പൊക്കങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്കറിയാം അതിലൊന്ന് പോയി രക്ഷപ്പെടാൻ? പലപ്പോഴും അതിനോട് ചുറ്റുപറ്റി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ എത്രയോ പേര് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കല്യാണത്തിനോ ഏതിനോ പോയ 2 കുഞ്ഞുങ്ങൾ അവർ ആ വെള്ളത്തിൽ വീണ് മരിച്ചു പോയത്, അതും പ്രായമുള്ളവർ. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? അവർക്ക് സ്വിമ്മിങ് അറിയത്തില്ല. സോ നിങ്ങൾ ഇതെല്ലാം ബേസിക്കായിട്ട് സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് ഒരാഴ്ചയിൽ വേണ്ട, മാസത്തിൽ 1 ക്ലാസ് 2 ക്ലാസ് സ്വിമ്മിങ്ങിന് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതൊരു ലൈഫ് സപ്പോർട്ടായിട്ട് മാറും.
പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം അവർക്ക് അനുഗ്രഹമാവും. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്നോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. നിങ്ങളുടെ വിയോജിപ്പും എൻ്റെ കമൻറ്റിനകത്ത് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പം ഇനിയും നമുക്ക് കാണും വരെ ഒരു നല്ല വണക്കം. അയ്യോ എൻ്റെ കർത്താവേ, ക്യാമറ എടുക്കാൻ മറന്നുപോയി.